ടു മൈ ചാനൽ. ഇന്നൊരു വീക്കെൻഡ് ഡേ ആണേ. അപ്പോൾ ഞങ്ങളിങ്ങനെ ഫുഡ് കഴിച്ച് ഇങ്ങനെ ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അല്ലു പറഞ്ഞ് നമുക്കൊന്ന് ചായ കുടിക്കാൻ പോയാലോ എന്നിങ്ങനെ വെറുതെ പറഞ്ഞതാ. ഞാനതിൽ ചാടിക്കയറി എന്നപ്പോൾ പോവാം എന്നും പറഞ്ഞിട്ട് ഞാൻ വേഗം റെഡി ആവണതാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ റെഡി ആയിക്കഴിഞ്ഞ് കാരണം പുറത്തു പോകാനായിട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടി ആയതുകൊണ്ട് വേഗം റെഡിയായി ഇറങ്ങി. പിന്നെ ഇതേ നേരെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്തൊരു കടയുണ്ട്, സെഹറ എന്ന് പറഞ്ഞിട്ട്. ആ കടയിലാണ് നമ്മൾ പോവാറ്. അങ്ങനെ ചായ വാങ്ങാൻ പോയാളത് കട്ട്ലേറ്റൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ ഇതേ കട്ട്ലേറ്റിൻ്റെ വലിപ്പം കണ്ട് ഞങ്ങളിങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഭയങ്കര വലിയ കട്ട്ലേറ്റ് ആയിരുന്നു. സാധാരണ നമ്മളവിടെ കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ കട്ട്ലേറ്റ് കുറച്ച് വലിയതായിരുന്നു. ഞങ്ങളങ്ങനെ അത് നോക്കിക്കൊണ്ട് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്ന്. പിന്നെ ഞാൻ അത്ര വലിയ ചായ പേഴ്സണൊന്നുമല്ല. ഇവിടെ വന്നൊരു പ്രാവശ്യം എനിക്ക് അല്ലിങ്ങനെ ചായ വാങ്ങി തന്നപ്പോൾ എനിക്കത് ഇഷ്ടമായി. അങ്ങനെ ഇടയ്ക്കൊക്കെ പോയി ഒരു ചായ കുടിക്കും വല്ലപ്പോഴും. എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ചായ ഞാൻ കുടിക്കാറില്ല. അങ്ങനെ നമ്മളിതേ ചായ കുടിച്ച് നേരെ ഒരു ഷോപ്പിലേക്ക് പോയി. കാരണം കുറേ ആയി നമ്മളവിടെ പോകാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യണം. എന്നപ്പോൾ വെറുതെ ഇരിക്കണോണ്ട് അന്ന് അങ്ങോട്ട് തന്നെ പോകാൻ വിചാരിച്ചിട്ട് നേരെ പോഡിയത്തിലേക്ക് പോയി. അവിടെ കുറേ ബ്രാൻഡ് ഐറ്റംസ് ഉണ്ട്, ഫുൾ ബ്രാൻഡഡാണ് അവിടെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കണ്ട് ഞാൻ അങ്ങനെ പറയാൻ കാരണമുണ്ട്. എനിക്കൊരു ഷൂ അവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ എനിക്ക് അല്ലു എടുത്ത് തന്നിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല, പുള്ളി എനിക്ക് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമായപ്പോൾ എനിക്ക് അവിടെ ഒന്ന് പോകണം, ചുമ്മാ കാണാമല്ലോ എന്നും പറഞ്ഞിട്ട് ഞങ്ങളപ്പോൾ വെറുതെ ഇരുന്നപ്പോൾ ഒന്ന് പോയതാണ്. അപ്പോൾ ഈ സീക്കയുടെ ഒരു ബാഗ് കണ്ടപ്പോൾ ഞാൻ ചുമ്മാ അതിൻ്റെ വിലയൊക്കെ നോക്കിയതാണ്. 649 റിയാലുണ്ടോ എന്ന് ഞാൻ കണ്ടേ. ഞാൻ നേരെ ഇന്ത്യൻ മണിയായിട്ട് കൺവേർട്ട് ചെയ്ത് നോക്കിയപ്പോൾ 14,000 രൂപ. അത് അവിടെ പടച്ചോനെ എന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ വെച്ചു. പിന്നെ അവിടെ തന്നെ സീക്കയുടെ തന്നെ ഷൂസും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു ഷൂ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിൻ്റെ വില നോക്കിയപ്പോൾ നല്ല 1000 റിയാൽ. അപ്പം ഓക്കെ അവിടെ വെച്ചേക്കാന്നും പറഞ്ഞ് അവിടെ വെച്ചിട്ട് നമ്മളിതേ അടുത്ത പ്രൊഡക്റ്റൊക്കെ നോക്കി ഞങ്ങളിതേ താഴോട്ട് പോവുമായിരുന്നു. കാരണം കാറ്റർപില്ലറിനെ നോക്കാനായിട്ടാണ് ഞാൻ വന്നത് ഇവിടെ. എൻ്റെ ഷൂ കാറ്റിൻ്റെ ആയിരുന്നു. അങ്ങനെ നമ്മളിതേ കാറ്റിൻ്റെ സ്ഥലത്തേക്ക് പോകാനായിട്ട് താഴത്തോട്ട് പോകണം. നമ്മൾ നേരെ വന്നപ്പോൾ തന്നെ മോളിൽ പോയി എല്ലാം കണ്ടിട്ടാണ് കാറ്റിൻ്റെ ഷോപ്പിൻ്റെ അങ്ങോട്ട് വന്നത്. അപ്പോൾ നേരെ ചെന്ന് എൻ്റെ സെയിം ഷൂ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ അതൊക്കെ നോക്കി. അത് കഴിഞ്ഞപ്പോൾ അല്ലു ഒരു ഷൂ കാണിച്ചതാണ് എനിക്കിത്. അതിനൊരു 400 റിയാലും കാണുന്നുണ്ടായി. പിന്നെ അല്ലു സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യണോണ്ട് പുള്ളി എല്ലാ സേഫ്റ്റിയുടെ ഐറ്റംസൊക്കെ ഇങ്ങനെ നോക്കുമായിരുന്നു. ഇരിക്കണൊക്കെ സേഫ്റ്റി ഷൂസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ സേഫ്റ്റി ഐറ്റംസ് മാത്രമല്ല കേട്ടോ, സാധാ നോർമൽ ടീഷർട്ട്സും ഷർട്ടും എല്ലാ ഐറ്റംസും കാര്യങ്ങളും ഉണ്ട് ഇവിടെ. പിന്നെ പുള്ളി സേഫ്റ്റിയുടെ ഒരു ഇതായതുകൊണ്ട് അതിൻ്റെ ക്യാപ്പും കാര്യങ്ങളൊക്കെ വെച്ചൊക്കെ നോക്കി. ഞാനും വെച്ച് നോക്കിയായിരുന്നു, അത് ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ അതിൻ്റെ വെസ്റ്റ്, ഗ്ലൗസ്, ഗ്ലാസ്സുകൾ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ. ഇവിടെ നിന്ന് ഒരു സാധനം എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എടുത്താൽ അതൊരിക്കലും പോകില്ല. അതാണ് കാറ്റിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ നോർമൽ ഷൂസും കാര്യങ്ങളും നോക്കിയായിരുന്നു. അവിടെ ഓഫർ നടപ്പുണ്ടായി. അപ്പോൾ അതൊക്കെ കണ്ട് ചുമ്മാ എല്ലാം ഒന്ന് കണ്ടിട്ട് നമ്മളവിടെ നിന്ന് ഇറങ്ങി. പിന്നെ കുറച്ചു നേരം പോഡിയത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരുന്ന് അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ ഓർത്തത് എക്സ്ട്രാ പോയാലോ എന്ന്. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് എക്സ്ട്രാ, പോഡിയത്തിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയിലായിരുന്നു ഞങ്ങൾ. കാരണം ഇവിടെ ചൂടായതുകൊണ്ട് എനിക്ക് കിച്ചണിലൊരു കൂളർ വെച്ചാൽ കൊള്ളാമെന്നുണ്ടായി. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ എക്സ്ട്രയിലേക്ക് പോണതാണ് കേട്ടത്. അങ്ങനെ നമ്മളിത് എക്സ്ട്രാ എത്താറായി. സത്യം പറഞ്ഞാൽ എക്സ്ട്രാ പോണത് നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ്. ഇടയ്ക്കൊക്കെ നമ്മൾ പോകാറുണ്ട്. എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ട് പോകും. ചെന്ന് കഴിഞ്ഞിട്ടാണ് ഓർക്കണത് പടച്ചോൻ നമ്മൾ വന്നത് എന്തിനാണെന്ന്. കാരണം ചെന്ന് കഴിഞ്ഞ് നമ്മൾ വേറെ എന്തെങ്കിലും ഐറ്റംസ് കാണാനായിട്ട് ഇങ്ങനെ നടക്കും. നമ്മൾ വന്ന കാര്യം മറന്നേ പോകും. പിന്നെ കൂളർ നോക്കാൻ വന്നതുകൊണ്ട് പിന്നെ അത് ഓർമ്മയിലുണ്ടായി. പക്ഷെ ലാസ്റ്റാണ് ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചെന്നത്. ബാക്കി ഐറ്റംസും കാര്യങ്ങളിലേക്കാണ് നമ്മളിങ്ങനെ ഓടിയിടുന്നത്. ഞാനിങ്ങനത്തെ ഓരോ കിച്ചൺ അപ്ലയൻസസിൻ്റെ കാര്യത്തിലേക്ക് പോകുമ്പോൾ അല്ലു പോണത് ഗെയിം സെക്ഷനിലേക്കാണ്.
അല്ലുവിന് ഭയങ്കര ഇഷ്ടമാണ് ഗെയിമിൻ്റെ ഒരു സെക്ഷൻ. പുള്ളി അങ്ങോട്ട് നേരെ പോവും. പിന്നെ നേരെ ഒരു ലാപ്ടോപ്പ് ഉണ്ട്, പുതിയൊരു ലാപ്ടോപ്പായിരുന്നു അത്. അപ്പോൾ അതിങ്ങനെ ഗെയിമൊക്കെ കളിക്കാൻ പറ്റുമോ എന്ന് നോക്കിയതാണ്. അത് നെറ്റിൻ്റെ ഇഷ്യൂ എന്തോ കണക്റ്റ് അല്ലാത്തതുകൊണ്ട് അത് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ നമ്മളിതേ കൂളറിൻ്റെ അങ്ങോട്ട് പോയതാണ്. അപ്പോൾ നോക്കിയപ്പോൾ ഹുവായിയുടെ ആ പുതിയ ഫോൺ വന്നേക്കണ്, കീബോർഡും കാര്യങ്ങളൊക്കെ ഉള്ള ആ ഫോൺ കണ്ടപ്പോൾ അതൊന്ന് ഫോൾഡൊക്കെ ചെയ്ത് നോക്കിയതാണ്. ആദ്യം ഞാൻ ഫോൾഡ് ചെയ്ത് തിരിച്ചായിരുന്നു. അത് ഒടിഞ്ഞു പോയായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായേനെ, കാരണം അത് നല്ലൊരു എമൗണ്ടിൻ്റെ ഫോണായിരുന്നു. പിന്നെ അതൊക്കെ കണ്ട് നമ്മളതേ കൂളറിൻ്റെ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ കൂളർ ഭയങ്കര വലിയ കൂളറായിരുന്നു. ഞാൻ കിച്ചണിലേക്ക് വേണ്ടി ആയതുകൊണ്ട് ഒരു ചെറുതാണ് നോക്കിയത്, പക്ഷെ അത് കിട്ടിയില്ല. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി ഫുഡ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ സ്പോട്ടൊക്കെ നോക്കി. എപ്പോഴും കഴിക്കേണ്ട വെറൈറ്റി എന്തെങ്കിലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങളിങ്ങനെ നോക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മളൊരു സ്പോട്ട് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ അങ്ങോട്ട് തന്നെ പോകാമെന്ന് വിചാരിച്ച്. അവിടെ ഒരു വെറൈറ്റി ഷവർമയും കാര്യങ്ങളാണ്. വേറൊന്നുമില്ല ഷോപ്പിൽ, ഷവർമയും ജ്യൂസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ, വേറെ ഐറ്റംസും കാര്യങ്ങളൊന്നുമില്ല. അപ്പം പിന്നെ നമ്മളവിടെ നിന്ന് ഒരു ഷവർമയും ജ്യൂസും വാങ്ങി. നമ്മളിങ്ങനെ അതിൻ്റെ റിവ്യൂ നോക്കിയപ്പോൾ അവിടെ പൊമഗ്രാനൈറ്റിൻ്റെ ജ്യൂസ് നല്ലൊരു റിവ്യൂ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ ഷവർമയും പൊമഗ്രാനൈറ്റിൻ്റെ ജ്യൂസാണ് വാങ്ങിയത്. അപ്പോൾ പിന്നെ നേരെ പോയി കാറിലിരുന്ന് കഴിക്കാൻ വിചാരിച്ചിട്ട് അവിടെ പിന്നെ ഡൈനിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ നേരെ കാറിൽ പോയി കഴിച്ചു. പിന്നെ സാധാ ടൈപ്പ് ഷവർമ അല്ല, ഇങ്ങനെ നമ്മളൊക്കെ അങ്ങനെ ഒന്നില്ലെങ്കിൽ റോൾ ഷവർമ അല്ലെങ്കിൽ പ്ലേറ്റൊക്കെ അല്ലേ. ഇത് ഒരു ഹാഫ് കുബൂസിൻ്റെ ഉള്ളിൽ കുറച്ച് ചിക്കനും കാര്യങ്ങളും ഒരു സ്പെഷ്യൽ ചട്നി ഉണ്ടായി അതിൽ. അങ്ങനെ ആയിട്ടായിരുന്നു അതിൻ്റെ ഷവർമ, അതായിരുന്നു. പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ, നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് കഴിച്ചു. അത് കഴിച്ച് ഞങ്ങളിതേ വീട്ടിലേക്ക് പോകാനിരിക്കുമ്പോഴാണ് ഞങ്ങളൊരു ജ്യൂസ് കട നേരത്തെ നോക്കി വെച്ചേക്കണതാണ്. അന്ന് പിന്നെ അത് തൊട്ടടുത്ത് തന്നെയായിരുന്നു. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് കുറേ ദൂരം ഉള്ളതുകൊണ്ട് നമ്മൾ പോയിട്ടുണ്ടായില്ല. അപ്പോൾ ഈ ഷവർമ കടയുടെ തൊട്ടടുത്തായതുകൊണ്ട് നമ്മൾ അവിടെയും കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചിട്ട് നേരെ അങ്ങോട്ട് വിട്ട്. കാരണം അവിടെ എപ്പോഴും തിരക്കും കാര്യങ്ങളായതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ല. ചെല്ലുമ്പോഴും നല്ല തിരക്കായിരുന്നു. അതുകൊണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറം വന്ന് ആ ബിൽഡിങ്ങിൻ്റെ അറ്റം വരെ പോകണം. അവിടെ വരെ നടന്നു പോയപ്പോഴും അവിടെ നല്ല തിരക്കാണ്, ക്യൂ ഒക്കെ ഉണ്ടായി അകത്ത്. പിന്നെ എന്തായാലും ഇതിന് വന്നതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറി ചെന്നു. കണ്ടില്ലേ, അവിടെ ഫുൾ ആൾക്കാരിങ്ങനെ ക്യൂ ആയിരുന്നു. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ നമുക്ക് സംഭവം കിട്ടി. ഈ കടയിൽ അത്ര തിരക്കുള്ളതും ആ ഒരു ജ്യൂസിന് വേണ്ടി തന്നെയാണ്. മാംഗോ ഫിലിപ്പീനും മൊറോക്കൻ കോക്ടെയിലും ആയിരുന്നു അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ. അതിനായിരുന്നു കൂടുതലും റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ അത് കണ്ടാൽ മനസ്സിലാവും അത്ര ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന്. നമ്മുടെ വീടിൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഭയങ്കര ദൂരം ഉള്ളതുകൊണ്ടും ഒലയായതുകൊണ്ടും ഭയങ്കര ട്രാഫിക്കും കാര്യങ്ങളും, അതുകൊണ്ട് നമ്മളങ്ങനെ കൂട്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല പോകാൻ. പക്ഷേ ഇതൊരു പ്രാവശ്യം കഴിച്ചിട്ട് ഞങ്ങളിതേ ഇപ്പോഴും പറയുന്നുണ്ട് ഒരു ദിവസം പോയി കഴിക്കണമെന്ന്, കാരണം അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്ന് പറയണമുണ്ട് ഞാൻ തരൂല കേട്ടോ, ഞാൻ ഒറ്റക്ക് തിന്നൂന്ന്. പിന്നെ അത് കഴിച്ച് ഞങ്ങളിതേ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് വിട്ട്. അത്യാവശ്യം സമയമായിരുന്നു, ഒരു 2:30 ആയിരുന്നു നമ്മൾ എല്ലാം കഴിഞ്ഞപ്പോൾ. പിന്നെന്താ, എൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയും കാര്യങ്ങളും ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.